ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ദി ഹംഗ്രി കുക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. തൃശ്ശൂർ സ്റ്റൈലിലാണ് ഈ മീൻകറി ഉണ്ടാക്കുന്നത്. ഒരു ഈസി റെസിപ്പിയാണ് നമ്മുടെ ഈ മീൻകറി. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചതച്ചെടുക്കണം. 25 ചുവന്നുള്ളി ഞാൻ എടുത്ത് ചതച്ചിട്ടുണ്ട്. ഈ ചുവന്നുള്ളി വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു വലിയ സവോള എടുത്തിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഇഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം, അതായത് ഏകദേശം 2 ഇഞ്ച്, അല്ലാണ്ട് കറക്റ്റ് നമ്മൾ അളന്നിട്ട് 2 ഇഞ്ച് എടുക്കൊന്നും വേണ്ട. ലേശം കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. അതുപോലെ പച്ചമുളക് 2 പച്ചമുളകാണ് ഞാൻ ചതച്ചെടുത്തത്. ഇനി കാന്താരി മുളകാണ് കിട്ടണമെങ്കിൽ അതെടുക്കാം. 3-4 കാന്താരി മുളക് വേണമെങ്കിൽ ചതച്ചെടുക്കാം, അതാണ് കൂടുതൽ നല്ലത്. പക്ഷേ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ പച്ചമുളക് എടുത്തത്. നമുക്കിതെല്ലാതും കൂടിയിട്ട് നമ്മൾ എന്തിലാണോ കറി വയ്ക്കുന്നത്, ചട്ടിയിലാണ് എപ്പോഴും മീൻകറി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളിതെല്ലാതും ചേർത്ത് കൊടുക്കുക. ഒപ്പം 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ വീതം ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ടേബിൾ സ്പൂൺ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു സ്പൂൺ എടുക്കുക. അതായത് കുറച്ച് വലിയ സ്പൂൺ, വളരെ ചെറുതല്ല, അതാണ് നമുക്ക് 1 ടേബിൾ സ്പൂണായിട്ട് കണക്കാക്കുക. ഇപ്പോൾ ഈ കാശ്മീരി ചില്ലിയാണ് കാരണമാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. സാധാരണ നല്ല എരിവുള്ള മുളകും പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ മതിയിട്ട. അപ്പോൾ എരിവ് അല്ലെങ്കിൽ കൂടും. അതുപോലെ ഉലുവ 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. ലേശം ഒരു കയ്പ്പ് കൂടും ഉലുവ കൂടിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവാപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ആ ഭാഗം വേണ്ടാന്നൊക്കെ കേട്ടോ. ഉലുവാപ്പൊടി ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല, പക്ഷേ അത് കുറച്ച് ടേസ്റ്റ് കൂട്ടും നമ്മുടെ മീൻകറിക്ക്. അങ്ങനെ ആ പൊടികളും നമ്മൾ മൂപ്പിച്ചിട്ടൊന്നുമില്ല, അതേപോലെയുള്ള പച്ചപ്പൊടിയാണ്. അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ നേരത്തെ ആ പൊടികൾ എടുത്തിട്ടുള്ള സ്പൂൺ ഉണ്ടല്ലോ, അതായത് ഏത് സ്പൂണാണോ ആ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് ഈ കറിയുടെ രുചി ഇരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ ഇഷ്ടമുണ്ടായിന്ന് വരില്ല, പക്ഷേ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി നല്ല അടിപൊളിയാവണമെങ്കിൽ നമ്മൾ കൈ വെച്ച് തിരുമ്പി ഈ ചേർത്തിട്ടുള്ള പൊടികളും പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് കുഴയ്ക്കുമ്പോൾ പറയും ഇത് പകുതി വേകുന്ന പറയാം. അതായത് നമ്മുടെ കൈക്ക് എപ്പോഴും ചൂടുണ്ടല്ലോ, ആ ചൂടിങ്ങനെ നമ്മൾ തിരുമ്പുമ്പോൾ തട്ടിയിട്ട് ഇതൊന്നിങ്ങനെ വാടി നല്ല സോഫ്റ്റായി വരുന്ന പറയും. നമ്മൾ വഴറ്റാത്തതൊക്കെ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നന്നായി തിരുമ്പിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കൈ വെച്ച് എല്ലാം നന്നായി മിക്സായി ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ തേങ്ങ, കുഞ്ഞി തേങ്ങ മുഴുവനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയ തേങ്ങ ആണെങ്കിൽ അതിൻ്റെ പകുതി മതി. അതിൽ നമ്മൾ ചിരുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കുക. അതായത് 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല, ഒരൊറ്റ പാലായിട്ട് പിഴിഞ്ഞെടുക്കുക. പിന്നെ പോരാത്തത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നമുക്ക് നല്ല ചാറുള്ള കറിയാണെങ്കിൽ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചധികം വെള്ളം വേണം. അത് നമുക്ക് കുഴഞ്ഞ പാകത്തിലുള്ള നമ്മുടെ പാകം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഞാനത് നന്നായി മിക്സ് ചെയ്തു. കാരണം നമ്മൾ ചേർത്ത കാര്യങ്ങളൊക്കെ തേങ്ങാപ്പാലിലും കൂടി ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും കൈ വെച്ചിട്ടാക്കിയത്. നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെല്ലാതും സ്പൂൺ വെച്ചിട്ട് ഇളക്കിയാൽ മതി. കൈ വെച്ച് തിരുമ്പണത് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൈ വെച്ചൊക്കെ തിരുമ്പി തന്നെയാണ് നല്ല രുചികരമായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിഷ്ടമുള്ളത് ചെയ്യുക, ഇല്ലാത്തൊരു സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ പാകത്തിന് ചാറുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരുപാട് ഇങ്ങനെ വെള്ളം പോലത്തെ കറിയല്ല, നല്ല പറ്റിച്ച കറിയും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും 1 കപ്പ് വെള്ളം ഒഴിക്കുന്നു. അപ്പോൾ നമ്മൾ 2.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 മുതൽ 1 കിലോ വരെ ഉള്ള മീനിന് ഇതേ അളവ് തന്നെ മതി. അതായത് നമ്മൾ 1/2 കിലോ മീൻ എടുക്കുകയായാലും 1 കിലോ മീനായാലും 3/4 കിലോ മീനായാലും ഒക്കെ നമുക്ക് ഈ
ഇപ്പോൾ ചേർത്തിട്ടുള്ള എല്ലാ അളവും അതേപോലെ മതി. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കാം. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കുക. കാരണം ഉപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പ് വേണം, അതായത് നമ്മൾ ചോറിൽ ഉപ്പ് ചേർക്കുന്നില്ലെങ്കിൽ ചിലർക്ക് ഉപ്പ് ഇങ്ങനെ തോന്നാനേ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമ്മൾ നോക്കിയിട്ട് ചേർക്കട്ടെ. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. ഇപ്പോൾ നമ്മൾ കുടംപുളി ഒരു 4 പീസ് ചേർത്തു. ഞാൻ വെള്ളം ചേർത്ത് കുതിർത്ത് വെച്ചിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ടു. കുതിർത്ത് വേണമെങ്കിലും ചേർക്കാം, ചൂടുവെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഞാൻ ഇപ്പോൾ അതേപോലെയാണ് ചേർത്തോട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുതിർക്കാതെ ചേർത്തു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വറ്റിയിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കണ മീൻ എന്ന് പറഞ്ഞെങ്കിൽ ആവോലിയാണ്. ആവോലി എന്ന് പറയുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള മീനാണ്. അതായത് ഒന്ന് തിളച്ചുന്നാവുമ്പോഴേക്കും വേവും. അതുപോലെ തന്നെ ഒരുപാട് നേരിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പീസായി പല കഷ്ണങ്ങളായി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മീൻകറിക്ക് പാകം വേണ്ടതിൻ്റെ കുറച്ച് മുമ്പായി മാത്രം നമ്മൾ ഈ ആവോലി പോലുള്ള ആവോലി ഇറക്കുക, കണ്ണമ്മീൻ പോലത്തുള്ള സോഫ്റ്റ് മീനുകളൊക്കെ നമ്മൾ അവസാനം നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അതെന്ന് കാരണം 2-3 തിളയ്ക്കുമ്പോഴേക്കും ആ മീൻ വേവും. അപ്പോൾ നമുക്കത് ഉടയാതെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ അതിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് കറിയിൽ ഇങ്ങനെ കലങ്ങിപ്പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് 1/2 കിലോ മീനാണ്. അപ്പോൾ 1/2 കിലോനായാലും 1 കിലോനായാലും ഒക്കെ ഇതേ അളവ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് കുറഞ്ഞ തീയിലിങ്ങനെ പതുക്കെ വറ്റിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. മീൻകറി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വറ്റിക്കോളും. ഇപ്പോൾ കണ്ട എണ്ണയൊക്കെ നല്ല ചുമന്ന നിറത്തിലിങ്ങനെ തെളിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും മീൻകറി നന്നായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചുമന്ന് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. ഇതൊന്നുകൂടെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാകത്തിന് വറ്റിയിട്ടുണ്ട്, നമ്മുടെ പാകത്തിന്. ഇനി നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ആയതുകൊണ്ട് തന്നെ അതെന്തായാലും ഉള്ളി കാച്ചണം. ഉള്ളി കാച്ചിയ മീൻകറിയാണ് തൃശ്ശൂരിൻ്റെ പ്രത്യേകത. ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. പിന്നെ എല്ലായിടത്തും ഞാനിങ്ങനെ അധികവും വഴറ്റിയിട്ടും കടുക് പൊട്ടിച്ചിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മീൻകറിയിൽ ആരും അങ്ങനെ കടുകൊന്നും പൊട്ടിക്കില്ല. നല്ല ചുവന്നുള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടിയിട്ട് നല്ല മൂപ്പിച്ചെടുത്തിട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കുക. ഇപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചുവന്നുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു 25 ചുവന്നുള്ളി എടുത്തു. ഇതിന് നമുക്കൊരു 10-15 വരെ ചുവന്നുള്ളി എടുക്കാം. അധികം വലിപ്പമുള്ളതല്ല കേട്ടോ, ചെറിയ ചുവന്നുള്ളി. വലിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ മതിയോ. അത് നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഒപ്പം കുറച്ച് വേപ്പില കൂടി വീണ്ടും ചേർക്കാം. അപ്പോൾ ഈ വേപ്പിലയും ചുവന്നുള്ളിയും കൂടിയിട്ടാണ് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്ത് വരേണ്ടത്. ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂത്ത് വരുമ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ചേർക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീൻ കൂട്ടാൻ്റെ ടേസ്റ്റ് മാറും. കാരണം ആ മുളക് എണ്ണയിൽ മൂത്തിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഈ രുചിയാവില്ല ആ കറിക്ക്. അപ്പോൾ അത് വേറൊരു കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ കറിക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണ്ട. മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നേരിട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ഇഷ്ടമുള്ളവർ, അതുണ്ടാക്കാൻ അറിയാത്തവർ എല്ലാവരും ഈ വീഡിയോ കണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി മീൻകറിയാണ്, അടിപൊളി ആവോലി കറിയാണ് നമ്മുടെ ഈ മീൻകറി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ, എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ ബാക്കി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.